ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. സ്വാതന്ത്ര്യത്തിന് വിഘാതമായി വരുന്നവയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. എങ്ങനെയാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നത്? സ്വാതന്ത്ര്യത്തിന് വിഘാതമായി നിൽക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭൗതികമായൊരു യാഥാർത്ഥ്യമല്ല, അത് ആന്തരികമായ ഒരു യാഥാർത്ഥ്യമാണ്. ആദിമാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം അനുഭവിച്ചവരാണ്. സർവശക്തനായ ദൈവത്തോടൊപ്പം അവർ സായാഹ്ന സഞ്ചാരം നടത്തി. അവൻ്റെ സാന്നിധ്യം അവർക്കെപ്പോഴും അനുഭവിക്കാൻ പറ്റി. എന്നാൽ എപ്പോഴാണ് അവർക്ക് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്? ദൈവഗീതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ അവരറിയാതെ അവരുടെ ജീവിതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പടിയിറങ്ങിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ഈ സ്വാതന്ത്ര്യം പടിയിറങ്ങിപ്പോകാനുള്ള കാരണം എന്താണ്? ഹിതങ്ങളെ വിരുദ്ധമാക്കുമ്പോഴാണ്. ദൈവഹിതത്തിന് വിരുദ്ധമായി തീർന്നപ്പോൾ അവരുടെ ജീവിതം അസ്വാതന്ത്ര്യത്തിലേക്ക് പോയി. തിന്മ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ നമുക്ക് 3 നഷ്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തെ നഷ്ടം സ്വാതന്ത്ര്യ നഷ്ടമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണും ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട മാതാപിതാക്കൾ എപ്രകാരമായിരുന്നു എന്ന്. പാപം ചെയ്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ആദിമാതാവും പിതാവും മറ സ്വീകരിക്കുകയാണ്. പ്രകൃതിയുടെ മറ സ്വീകരിക്കുക. ഇലകൾ കൂട്ടിത്തുന്നുകയും തങ്ങളുടെ ശരീരത്തെ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ അവർ പ്രകൃതിയുടെ മറ സ്വീകരിക്കുന്നു. They lost freedom. കള്ളത്തരം കാട്ടുന്നവനിൽ നിന്ന് ഒന്നാമതായി പടിയിറങ്ങിപ്പോകുന്നത് സ്വാതന്ത്ര്യമാണ്. ഞാൻ ആർക്കെങ്കിലും വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ എനിക്ക് ത്രാണിയുണ്ടാവില്ല. എന്നിൽ മറഞ്ഞിരിക്കുന്ന കള്ളത്തരം അവരനെ നോക്കാൻ എന്നെ പ്രാപ്തമാക്കുകയില്ല. ഇത് അസ്വാതന്ത്ര്യമാണ്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് അവനിങ്ങനെ പന്തെടുത്ത് എറിഞ്ഞ്
വീടിൻ്റെ മുൻവശത്തുള്ള ജനൽ പൊട്ടിക്കുകയാണ്. ജനൽ ചില്ല് തകർന്ന് നിലത്ത് വീഴുന്നത് കാണുമ്പോൾ അവൻ ഭയപ്പെട്ടു. ഇന്ന് അപ്പ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ തകർന്നു കിടക്കുന്ന ജനൽ ചില്ലായിരിക്കും. അവൻ ഭയപ്പെട്ടു. അവൻ അങ്ങനെ അപ്പ വരാൻ സമയമായപ്പോൾ വീടിൻ്റെ മൂലയിലെ മുറിയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പ വന്നു, അവനെ വിളിച്ചു, എടാ നീ എവിടെയാ? അവൻ മിണ്ടുന്നില്ല. വീണ്ടും വിളിച്ചു, നീ എവിടെയാണ്? അവൻ ഒന്നും മിണ്ടാതെ ഭയന്ന് വിറച്ച് പപ്പ തന്നെ ശിക്ഷിക്കുമെന്നുള്ള വേദനയാൽ ഒളിച്ചിരിക്കുമ്പോൾ പർദീസയിൽ വെച്ച് സംഭവിച്ച അതേ യാഥാർത്ഥ്യം ഈ ഒരു കൊച്ചു സംഭവത്തിലൂടെ ആവർത്തിക്കപ്പെടുന്നില്ലേ? അല്ലെങ്കിൽ എല്ലാ സായാഹ്നങ്ങളിലും ജോലി കഴിഞ്ഞു വരുന്ന അപ്പയെ കാത്തു നിൽക്കുന്നവനായിരുന്നു ഇവൻ. അപ്പയുടെ തോളിൽ കയറുന്നവന്, അപ്പയുടെ ചുംബനം കിട്ടാൻ കൊതിച്ചവനുമാണ്. പക്ഷേ താൻ അറിയാതെ ചെയ്ത തെറ്റുപോലും അവൻ ഇപ്രകാരം അസ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചുവെങ്കിൽ നാം ചെയ്യുന്ന തെറ്റുകൾ എത്രമാത്രം നമ്മളെ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പ ചോദിക്കുക, ആരാ ഈ ചില്ല് പൊട്ടിച്ചേ? അവനിങ്ങനെ കുമ്പിട്ടുകൊണ്ട് പന്ത് തട്ടി പൊട്ടിയതാണ് പറയുക. വേണ്ടി ചോദിച്ചത്, അത് എങ്ങനെയാ സംഭവിച്ചേ? അത് ഞാൻ കളിച്ചപ്പോൾ സംഭവിച്ചതാ. നീ കളിച്ചപ്പോൾ എന്ത് ചെയ്തു? അറിയാതെ ബോൾ ഞാൻ എറിഞ്ഞപ്പോൾ സംഭവിച്ചതാ. തന്നിലേക്ക് വരാൻ ഇങ്ങനെ ഒരു താമസമുണ്ട്. ബോൾ തട്ടിയപ്പോഴാണ്, കളിച്ചപ്പോഴാണ്, എറിഞ്ഞപ്പോഴാണ്, അത് ഞാൻ പൊട്ടിച്ചതാണ് എന്ന് പറയാനുള്ള ത്രാണി ഇങ്ങനെ നഷ്ടപ്പെടുക. ഇത് പർദീസയിലെ ഒരു ചോദ്യമാണ്. പർദീസയിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ആദം പറയും, നീ എനിക്ക് കൂട്ടിന് തന്നവൾ. ഹൗവ പറയും, നീ സൃഷ്ടിച്ച ഈ പാമ്പ്. ഇങ്ങനെ അസ്വാതന്ത്ര്യത്തിൻ്റെ സാധ്യതകളെ ഇങ്ങനെ വ്യത്യസ്തമാക്കി പറയുകയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ആരും ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. പിതാവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് അസ്വാതന്ത്ര്യത്തിലായിരുന്ന ധൂർത്തപുത്രൻ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത് താൻ ചെയ്ത തെറ്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവൻ തയ്യാറായപ്പോഴാണ്. എൻ്റെ തെറ്റുകൾക്ക് അവരനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അസ്വാതന്ത്ര്യത്തിൻ്റെ പാതകളെ വിശാലമാക്കാൻ നമ്മുടെ മനസ്സും വിചാരവും വികാരങ്ങളുമൊക്കെ പരിശ്രമിക്കുന്നുണ്ട്.
തെറ്റുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥയുണ്ട്. ആദമേ, നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും അവിടെ നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്നൊന്നാമതായി അകന്നു പോകുന്നത് ഈ അസ്വാതന്ത്ര്യത്തിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 34-ാം തിരുവചനം, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. വലിയൊരു അസ്വാതന്ത്ര്യം അത്. കള്ളത്തരം കാട്ടുന്നവന് കണ്ണിലേക്ക് നോക്കാൻ പറ്റില്ല. ഈ കണ്ണെന്ന് പറയുന്നതൊക്കെ ദിവ്യമായ അനുഭവം നൽകുന്ന യാഥാർത്ഥ്യമാണ്. കണ്ണോട് കണ്ണു നോക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാണ്. നമുക്ക് പലപ്പോഴും ഈ സ്വാതന്ത്ര്യം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? എനിക്കെൻ്റെ ജീവിത പങ്കാളിയുടെ കണ്ണിലേക്ക് ആത്മാർത്ഥമായിട്ട് നോക്കാൻ പറ്റുന്നുണ്ടോ? എത്ര നാളായി ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് അതൊരു ശ്രദ്ധയാണ്, അതൊരു സ്വാതന്ത്ര്യമാണ്. നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ കണ്ണിലേക്ക് നോക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അതില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ പാളിച്ചകളുണ്ട് എന്നാണ്. ഈ പാളിച്ചകൾക്ക് ആധാരമായി നിൽക്കുന്ന പ്രവർത്തനങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ നമ്മൾ ധ്യാനിക്കണം. എനിക്ക് അവൻ്റെ കണ്ണുകൾ നോക്കാൻ പറ്റും. തമ്പുരാനെ കണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ അത് വിളക്കാണെന്നാണ് പറയുന്നത്, അത് പ്രകാശമാണ്. ഈ പ്രകാശത്തിലേക്ക് നോക്കണമെങ്കിൽ ഉള്ളു തുറക്കണം. പ്രകാശം കണ്ടവരൊക്കെ പ്രകാശിതരായി എന്നാണ് വചനത്തിൽ കാണുക. ആ പ്രകാശത്തെ നോക്കണമെങ്കിൽ ഉള്ളു തുറക്കണം എന്ന് പറഞ്ഞാൽ കണ്ണിലേക്ക് നോക്കണമെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാവണം. വീണ്ടും രണ്ടാമത്തെ നഷ്ടം ഏതാണെന്നറിയാവോ? പറുദീസയിൽ വെച്ച് സംഭവിച്ച രണ്ടാമത്തെ നഷ്ടം പറുദീസയുടെ നഷ്ടമാണ്. അവരേദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ പറുദീസ എന്ന് പറയുന്നത് ഒരു ദേശമൊന്നുമല്ല, ഒരു ഇടമൊന്നുമല്ല. അതിന് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. എവിടെയാണോ സൗഭാഗ്യമുള്ളത്, എവിടെയാണോ സൗന്ദര്യമുള്ളത്, എവിടെയാണോ സൗരഭ്യമുള്ളത്, എവിടെയാണോ സാഹോദര്യമുള്ളത്, എവിടെയാണോ സന്തോഷമുള്ളത്, എവിടെയാണോ സമാധാനമുള്ളത്,
അതാണ് പറുദീസ. പറുദീസയുടെ നഷ്ടമെന്ന് പറയുമ്പോൾ അതിൻ്റെ കാതലായ അർത്ഥം അവർക്ക് സമത്വം നഷ്ടപ്പെട്ടുവെന്നും അവർക്ക് സന്തോഷം നഷ്ടപ്പെട്ടുവെന്നും അവർക്ക് സൗരഭ്യം നഷ്ടപ്പെട്ടുവെന്നും അവർക്ക് സൗന്ദര്യം നഷ്ടപ്പെട്ടുവെന്നും സൗഹൃദവും സാഹോദര്യവും നഷ്ടപ്പെട്ടുവെന്നൊക്കെയാണ്. തിന്മ പ്രവർത്തിക്കുമ്പോൾ, അതായത് പാപം ചെയ്യുമ്പോൾ ഇവയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അവർ പറുദീസയുടെ പുറത്ത്, ഏദൻ തോട്ടത്തിൻ്റെ പുറത്താക്കപ്പെട്ടു. മൂന്നാമത്തെ നഷ്ടം രക്ഷയുടെ നഷ്ടമാണ്. ആദിമാതാപിതാക്കൾക്ക് പാപം ചെയ്തപ്പോൾ രക്ഷ നഷ്ടപ്പെട്ടു. അതിനാൽ തന്നെ വചനം പറയുന്നു, നിങ്ങളെ രക്ഷിക്കാൻ രക്ഷകനെ അയക്കും. ഈ രക്ഷകനെ അയക്കും എന്ന വാക്കിൽ തന്നെ അവർക്ക് രക്ഷ നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യമുണ്ട്. ഞാൻ ആരെയെങ്കിലും ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയുമ്പോൾ അതിന് കാതലായ ഒരു അർത്ഥം ഉണ്ടാവണം. രക്ഷ നഷ്ടപ്പെട്ടവനോട് മാത്രമേ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം എന്ന് പറയാൻ പറ്റൂ. രക്ഷ ആവശ്യമുള്ളവർക്ക് മാത്രമേ രക്ഷകനെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ രക്ഷകനെ അയക്കുമെന്നുള്ള വചനത്തിൽ ലീനമായി കിടക്കുന്ന സത്യം അവർക്ക് രക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ധ്യാനിച്ചത് ഇതാണ്. പാപം ചെയ്യുമ്പോൾ 3 നഷ്ടങ്ങൾ. ഒന്നാമത്തെ നഷ്ടം സ്വാതന്ത്ര്യ നഷ്ടം. രണ്ടാമത്തെ നഷ്ടം പറുദീസയുടെ നഷ്ടം. മൂന്നാമത്തെ നഷ്ടം രക്ഷയുടെ നഷ്ടം. ഈ 3 നഷ്ടങ്ങളെയും നികത്താൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവം പ്രായോഗികമായി വചനം മാംസമായി ക്രിസ്തുവായി ലോകത്തിലേക്ക് വന്നത്. അവിടുന്ന് നല്ല കള്ളനെ വീണ്ടെടുത്തു. അവിടുന്ന് സക്കീവൂസിനെ വീണ്ടെടുത്തു. അവിടുന്ന് പാപിനിയായ സ്ത്രീയെ വീണ്ടെടുത്തു. പാപികളെ പ്രതിനിധീകരിക്കുന്ന ഈ 3 വ്യക്തിത്വങ്ങൾ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യത്തെയും ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ പറുദീസയെയും ലോകത്തിൽ പാപത്താൽ നഷ്ടപ്പെട്ടു പോയ രക്ഷയെയും സൂചിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാക്കി തരണം. എന്താണ് തമ്പുരാൻ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞത്? ഇതാ, നിന്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നീ സ്വാതന്ത്ര്യത്തിലാണ്. യഥാർത്ഥമായ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ നിന്ന് പ്രവഹിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് പാപിനിയായ സ്ത്രീ അറിയുകയാണ്. യേശു നല്ല കള്ളനോട് പറഞ്ഞു,
ഇന്നു നീ എന്നോടൊപ്പം പറുദീസയിലാണ്. പാപം ചെയ്ത് പറുദീസ നഷ്ടപ്പെട്ടപ്പോൾ 11-ാം മണിക്കൂറിൽ പോലും പറുദീസയിലേക്ക് ക്ഷണിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാനായ യേശു ക്രിസ്തു എല്ലാ രക്ഷയും അവനിൽ നിന്ന് വരുന്നു എന്നും അവനിൽ നിന്ന് മാത്രമേ അത് നിർഗളിക്കുകയുള്ളൂ എന്നും കുരിശിലൂടെ അത് വെളിപ്പെടുത്തപ്പെടുകയാണ്. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലാണ്. നല്ല കള്ളന് പറുദീസ കൊടുക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും പറുദീസ നൽകുകയാണ് തമ്പുരാൻ. സക്കീവൂസിനോട് പറഞ്ഞു, ഇന്ന് നിന്റെ കുടുംബത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ രക്ഷയെ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാൻ തൻ്റെ ആത്മീയ ഉത്തരവാദിത്വത്തിലൂടെ ലോകത്തിൽ കൊണ്ടുവന്നു എന്ന സത്യം ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് എന്ന വചനത്തെ കർത്താവ് ഉപയോഗിക്കുമ്പോൾ അതിന് തനതായൊരു അർത്ഥമുണ്ട്. ഇന്നലകളിൽ നിന്ന് നീ സ്വീകരിച്ച സ്വാതന്ത്ര്യം, ഇന്നലകളിൽ നിന്ന് നീ സ്വീകരിച്ച പറുദീസയുടെ നഷ്ടം, ഇന്നലകളിൽ നിന്ന് നിന്നിൽ നിന്ന് അടർന്നു പോയ രക്ഷയെന്ന യാഥാർത്ഥ്യം ഇന്ന് ഞാൻ തിരികെ തരുകയാണ്. ഞാൻ ഒരിക്കലും നിന്റെ ഇന്നലകളെ അളന്നു നോക്കുന്നില്ല. ഇന്നിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. ഇന്നിൻ്റെ പറുദീസയിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. ഇന്നിൻ്റെ രക്ഷയിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. ഇത് പാപിനിയായ സ്ത്രീയോടും സക്കീവൂസിനോടും നല്ല കള്ളനോടും 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു മറന്നതും പറഞ്ഞു മറഞ്ഞതുമായൊരു സത്യമല്ല. ആരൊക്കെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു അവരോടൊക്കെ തമ്പുരാൻ പറയും, ഇന്ന് നിൻ്റെ കുടുംബത്തിന് രക്ഷയുണ്ട്. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലാണ്. ഇന്ന് നിൻ്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. I am not measuring your past. I am not counting your past, but I am looking at your today. നിന്റെ ഇന്നിലേക്കാണ് ഞാൻ നോക്കുന്നത്. ഇന്നിൻ്റെ മനോഭാവത്തിലേക്കാണ് നോക്കുന്നത്. ഇന്ന് സംശുദ്ധമാക്കപ്പെടാൻ ആത്മീയ ചേതനയ്ക്ക് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായി എടുത്തു മാറ്റി യഥാർത്ഥമായ സ്വാതന്ത്ര്യം വെച്ചു നീട്ടുന്ന അവനിലേക്ക്, ക്രിസ്തുവിലേക്ക് പ്രയാണം ചെയ്യാൻ നമ്മളെല്ലാവരും പ്രാപ്തരാകട്ടെ. അവൻ്റെ അനുഗ്രഹത്താൽ സമ്പൂർണ്ണമാക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമസ്ഥരാകാൻ ഇന്നിൻ്റെ ദിനം നമ്മളെല്ലാവരെയും അതിനായി സജ്ജരാക്കട്ടെ. ശുഭദിനം. ദൈവം അനുഗ്രഹിക്കട്ടെ.